സോ അടുത്ത ടോപ്പിക് നമുക്ക് വരുന്നത് അഡ്വാൻസ് റൂളിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. അഗെയിൻ വളരെ ചെറിയ ഇമ്പോർട്ടൻസ് കുറഞ്ഞൊരു ചാപ്റ്ററാണ്. ഓക്കെ, CMA സ്റ്റഡി മെറ്റീരിയലിനകത്ത് കുറേ കോപ്പി പേസ്റ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ സ്റ്റഡി മെറ്റീരിയൽ തന്നിട്ടുണ്ടായിരുന്നു. ആ സ്റ്റഡി മെറ്റീരിയൽ ഇതെടുക്കാം, അഡ്വാൻസ് റൂളിംഗ്. ഓക്കെ, അപ്പോൾ എന്താണ് അഡ്വാൻസ് റൂളിംഗ് എന്ന് വെച്ചാൽ അഡ്വാൻസ് റൂളിംഗ് മീൻസ് റൂളിംഗ് ഇൻ അഡ്വാൻസ് അല്ലേ. സോ അഡ്വാൻസ് റൂളിംഗ് മീൻസ് ഏറ്റവും സിമ്പിളായിട്ട് റൂളിംഗ് ഇൻ അഡ്വാൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതായത് നമുക്കൊരു രജിസ്റ്റേർഡ് പേഴ്സണോ അല്ലെങ്കിൽ ഒരു പേഴ്സൺ അദ്ദേഹത്തിന് GST രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, ഭാവിയിൽ രജിസ്ട്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, കാരണം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഓക്കെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് പ്രശ്നങ്ങൾ, ഡിസ്പ്യൂട്ടുകൾ ഓക്കെ വരുന്നതിനേക്കാൾ മുമ്പ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഡിസ്പ്യൂട്ട് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ് അല്ലേ. ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാൾട്ടി അതിൻ്റെ പിന്നാലെ നടക്കുക അല്ലേ. ഏറ്റവും നമ്മൾ സാധാരണ പറയില്ല അതിൻ്റെ പിന്നാലെ നടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, അത്തരം ഡിസ്പ്യൂട്ടുകളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, റൂളിംഗ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ റൂളിംഗ് ഇൻ അഡ്വാൻസ്. ഓക്കെ, സോ അങ്ങനെയാണ് അഡ്വാൻസ് റൂളിങ്ങിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. ഈ അഡ്വാൻസ് റൂളിംഗ് ഒരു സ്റ്റേറ്റ് ലെവൽ അതോറിറ്റിയാണ്. ഓക്കെ, ഒരു സ്റ്റേറ്റ് ലെവൽ അതോറിറ്റിയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, നമുക്ക് അവർക്ക് നമ്മൾ അപേക്ഷ വെക്കുകയാണെങ്കിൽ ARA എന്നുള്ള ഫോംസ് ആണ് പൊതുവെ വരിക. അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റിയുടെ ARA എന്നുള്ള ഫോംസ് ആണ് വരിക. ഈ ഫോംസ് നമ്മൾ എന്ത് ചെയ്യാം, ഫയൽ ചെയ്തിട്ട് then 5000 രൂപ അപേക്ഷാ ഫീസ്, CGSTയിൽ 5000 രൂപ, SGSTയിൽ 5000 രൂപ, ടോട്ടൽ 10000 രൂപ അപേക്ഷ കൊടുത്ത് നമ്മൾ ഫയൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചില മാറ്റേഴ്സിനെ കുറിച്ച് പ്രധാനമായിട്ടും ഒരു 6-7 കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ചോദിക്കാൻ പറ്റുക. ചില കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനും പറ്റില്ല. എനിക്ക് ലൈക്ക് ഇപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനേ പറ്റില്ല, കാരണം ഇത് സ്റ്റേറ്റ് ലെവൽ അതോറിറ്റിയാണ്. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ മൾട്ടിപ്പിൾ സ്റ്റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കേസ് ആയതുകൊണ്ട് തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വരുന്നില്ല. അതുപോലെ തന്നെ ഓൾറെഡി കോടതിയിൽ പെൻഡിങ് ഉള്ള കേസുകൾ ഓക്കെ, അപ്പോൾ പെൻഡിങ് ഉള്ള കേസിൽ എങ്ങനെയാണ് പിന്നെ അത് അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റിയോട് ചോദിക്കാം. അതുപോലെ തന്നെ ഓൾറെഡി കോടതി ഡിസൈഡ് ചെയ്ത കേസുകൾ എനിക്ക് അപ്പോൾ അത്തരം കേസുകളൊന്നും പിന്നെ ചോദിക്കാനായിട്ട് പറ്റില്ല. എനിക്ക് വൺസ് നമ്മൾ ഇനി അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റി തരുന്ന ആ ഒരു റൂളിംഗ് നമുക്ക് ആക്സെപ്റ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ഒരു രജിസ്റ്റേർഡ് പേഴ്സണോ അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അവരുടെ ആ റൂളിംഗ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു അപ്പീലിയേറ്റ് അതോറിറ്റി ആയിട്ടുള്ള അപ്പീലിയേറ്റ് അതോറിറ്റി ഫോർ അഡ്വാൻസ് റൂളിംഗ് ഓക്കെ, സോ അഡ്വാൻസ് റൂളിംഗ് അപ്പീലിയേറ്റ് അതോറിറ്റിയുടെ അടുത്തേക്ക് എന്ത് ചെയ്യാം, അപേക്ഷ വെക്കാം. അപ്പോൾ നമുക്കൊരു 10,000 വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ നോർമലി അപേക്ഷ കൊടുക്കണം. വീണ്ടും ഒരു 10,000 ഫീസ് കൊടുക്കണം CGSTയിൽ. അപ്പോൾ SGSTയിലും 10,000. എന്നിട്ട് അവിടെ നമ്മൾ അപ്പീലിന് പോയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ, അഡ്വാൻസ് റൂളിംഗ് എടുക്കാം. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും നമുക്ക് സ്റ്റിൽ അൺഫേവറബിൾ ആണ് നമുക്ക് വരുന്നതെങ്കിൽ നമുക്ക് ആ ഫീസൊന്നും തിരിച്ചിട്ടില്ല, അതൊക്കെ പോയി കമ്പനിക്ക് അടിച്ച പോലെ ആ ഫീസുകളൊക്കെ പോവും. ഓക്കെ, ഏത് ആദ്യത്തെ കേസിലാണെങ്കിലും അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റി കൊടുത്ത 5,000 പ്ലസ് 5,000 10,000 ആണെങ്കിൽ ഇവിടുത്തെ 10,000 പ്ലസ് 10,000 20,000 ഒക്കെ ആണെങ്കിലും അത് നമുക്ക് നഷ്ടമാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ്. ദെൻ അതുപോലെ തന്നെ വൺസ് അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റിക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ റൂളിംഗ് ഒരു 6 മന്ത്സിനുള്ളിൽ മാറ്റാനൊക്കെ ആയിട്ട് പറ്റും. ഇനി നിങ്ങളൊരു ഡൈപ്പ് കാണിച്ചിട്ടാണ് ഓക്കെ തെറ്റായിട്ടുള്ള ഡോക്യുമെൻറ്റും കാര്യങ്ങളും ഇൻഫർമേഷൻസും കൊടുത്തിട്ടാണ് അഡ്വാൻസ് റൂളിംഗ് എടുത്തിട്ടുള്ളതെങ്കിൽ അത് വോയിഡ് അബ് ഇനീഷ്യോ ആണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. സോ ദെർഫോർ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അഡ്വാൻസ് റൂളിംഗ് മീൻസ് അപ്ലിക്കൻ്റ് എന്താ പറയുക, പ്ലാനിങ് ഹിസ് ആക്ടിവിറ്റീസ്, മുൻകൂട്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ലയബിലിറ്റി ടു പേ GST എത്രയാണെന്നും അത് മുമ്പേ തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൂളിംഗ് എടുക്കുന്നത്. സോ അപ്പോൾ ഒരു സെർട്ടൈനിറ്റി ഇൻ ടാക്സ് ലയബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്കൊരു ക്ലാരിറ്റി, കൃത്യത വരുത്താനൊക്കെ ആയിട്ട് പറ്റും. ഓക്കെ, ദെൻ The authority for advanced ruling provide taxpayers a certainty and transparency in GST ഡിസ്പ്യൂട്ടുകളൊക്കെ എന്തെങ്കിലും ഒഴിവാക്കാനൊക്കെ ആയിട്ട് അഡ്വാൻസ് റൂളിംഗ് ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ഒരു അപ്പീലിയേറ്റ് അതോറിറ്റി ഫോർ അഡ്വാൻസ് റൂളിംഗ് ഉണ്ട്. ഇനി ഒരു ബ്രോഡ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു പ്രൊവൈഡ് സെർട്ടൈനിറ്റി ഇൻ ടാക്സ് ലയബിലിറ്റി. റിപ്പീറ്റേഷൻ ഉണ്ട് തന്നെയാണ്, അതായത് അവർ ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യാം, ഒന്ന് ഉറപ്പാക്കി കൊടുക്കുക. എനിക്ക് ആ ഒരു ഡൗട്ടുകൾ എന്തെങ്കിലും കൊറീസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തുകൊണ്ട് ഓക്കെ, ആ ഒരു ആക്ടിവിറ്റി ചെയ്ത ഒരാൾ, സപ്ലൈ ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരാൾ, ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്ത ഒരാൾ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട കൊറീസ് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു സെർട്ടൈനിറ്റി ഇൻ ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തലാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതിൻ്റെ ജോലി അഡ്വാൻസ് റൂളിങ്ങിൻ്റെ. അതിൻ്റെ ഒപ്പം തന്നെ വിദേശരായിട്ടുള്ള ആൾക്കാർക്ക്, ഇന്ത്യൻ ടാക്സ് നിയമങ്ങൾ അറിയാത്ത ആൾക്കാർക്ക് ഇന്ത്യയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ഇതിനുമായി ബന്ധപ്പെട്ട ഡൗട്ടുകളെ ക്ലിയർ ചെയ്യേണ്ടി വരും. അതുവഴി നമുക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഇന്ത്യയിലോട്ട് എന്ത് ചെയ്യാൻ കൊണ്ടുവരാനായിട്ട് പറ്റും. ലിറ്റിഗേഷൻസ്, ഡിസ്പ്യൂട്ടുകൾ ഒക്കെ 73, 74 നോട്ടീസുകളൊക്കെ കുറക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. ദെൻ ഒരു പ്രൊനൗൺസ് റൂളിംഗ് എക്സ്പെഡീഷ്യസ് മീൻസ് വിത്തിൻ 90 ഡേയ്സിൽ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഇൻഎക്സ്പെൻസീവ് മാനർ. എക്സ്പെൻസ് ഉണ്ട്, ഫീസ് കൊടുക്കണം. ഓക്കെ,
ഇനി സെയിം പ്രൊവിഷൻസ് ആർ IGST സെക്ഷൻ നമ്പർ 20 അപ്ലിക്കബിൾ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇൻ കേസ് ഇനി എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു വാട്ട് ആർ ദ ക്വസ്റ്റ്യൻസ് ഫോർ വിച്ച് ദ അഡ്വാൻസ് റൂളിംഗ് ക്യാൻ ബി സോൾവ്. ഇൻ കേസ് സെക്ഷൻ നമ്പർ 97 പറഞ്ഞ താഴെ പറയുന്ന കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഏതൊക്കെ മാറ്റേഴ്സുമായി ബന്ധപ്പെട്ടാണ് ജനറലി നമുക്ക് അഡ്വാൻസ് റൂളിങ് ചോദിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഞാനിതിലൊരു ക്ലാസ് കണ്ടത് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ മുമ്പ് പഠിക്കുന്ന സമയത്ത് കാർ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നിമോണിക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, കാർ ലിസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാർ ലിസ്റ്റ്. അപ്പോൾ കാർ ലിസ്റ്റ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ ലോജിക്ക് ഉണ്ട്. ദാറ്റ് ഈസ് കാർ ലിസ്റ്റ് വേണമെങ്കിൽ നിങ്ങളോട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കാർ ലിസ്റ്റ് ഇതിൻ്റെ ലോജിക്ക് ഞാനൊന്ന് പറയാൻ ശ്രദ്ധിക്കാം. ആദ്യം ഒരാൾക്ക് അറിയേണ്ടത് ഞാൻ ചെയ്യുന്ന കാര്യം സപ്ലൈ ആണോ അല്ലേ എന്ന് അറിയണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് വെദർ ഒരു കാര്യം സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണോ എന്ന് അറിയണം. അതല്ല ആദ്യം അറിയേണ്ടത്. അപ്പോൾ സെക്ഷൻ നമ്പർ 7 and 8 സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണോ എന്ന് അറിയണം. ഇനി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണെങ്കിൽ അത് GST ലെവി ചെയ്യുമെന്ന് അറിയണം അല്ലേ. അതെങ്ങനെയാണ് ലെവി ചെയ്യാമെന്ന് അറിയണം. അടുത്തത് നമുക്ക് അടുത്ത് വേണ്ടത് ലൈബിലിറ്റി ടു പേ ടാക്സ്. ദാറ്റ് ഈസ് ഫോർവേഡ് ചാർജ് ആണോ റിവേഴ്സ് ചാർജ് ആണോ. അപ്പോൾ സെക്ഷൻ നമ്പർ 9 ദാറ്റ് ഈസ് ലെവി ആൻഡ് കളക്ഷൻ. ദെൻ അതുപോലെ തന്നെ കോമ്പോസിഷൻ ലെവി കാര്യങ്ങൾ. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് വല്ല നോട്ടിഫിക്കേഷൻ എക്സംഷൻ എനിക്ക് അപ്ലിക്കബിൾ ആണോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്ലിക്കബിലിറ്റി ഓഫ് എ നോട്ടിഫിക്കേഷൻ സെക്ഷൻ നമ്പർ 11. ഓക്കെ, ഇപ്പോൾ ലൈക്ക് ഇവിടെ നമുക്ക് സെക്ഷൻ നമ്പർ 7 and 8 ഇവിടെ കവർ ചെയ്യാം. ഓക്കെ, ദെൻ സെക്ഷൻ 9 and 10 നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലൈബിലിറ്റി ടു പേ ടാക്സിൻ്റെ അകത്ത് 9 and 10 നമുക്ക് ഇവിടെ കവർ ചെയ്യാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അപ്ലിക്കബിലിറ്റി ഓഫ് എ നോട്ടിഫിക്കേഷൻ ലൈക്ക് എക്സംഷൻ നോട്ടിഫിക്കേഷനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ നമ്പർ 11 ചോദിക്കാം. ഓക്കെ അല്ലേ. ദെൻ സെക്ഷൻ നമ്പർ 12 to 15 വരെയുള്ള ടൈം ഓഫ് സപ്ലൈ ആൻഡ് വാല്യൂ സപ്ലൈ. ദറ്റ് ഈസ് ടൈം ഓഫ് സപ്ലൈ ആൻഡ് വാല്യൂ സപ്ലൈ. ദറ്റ് മീൻസ് സെക്ഷൻ നമ്പർ 11 മുതൽ 15 വരെ. ഓക്കെ, ദെൻ ടൈം ഓഫ് സപ്ലൈ ആൻഡ് വാല്യൂ സപ്ലൈ പറഞ്ഞാൽ വൺസ് വാല്യൂ സപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ വാല്യൂ ഇൻറ്റു ടാക്സ് റേറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, HSN കോഡിൽ നമ്മൾ ഗുഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ അറിയണം. അപ്പോൾ റിലേറ്റിംഗ് ടു ക്ലാസിഫിക്കേഷൻ ദറ്റ് ഈസ് റേറ്റ് ഓഫ് ടാക്സ്. ഓക്കെ, റേറ്റ് ഓഫ് ടാക്സ് ക്ലാസിഫിക്കേഷൻ. ദെൻ അതിന് ശേഷം റേറ്റ് ഓഫ് ടാക്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടാക്സ് അടക്കുന്ന സമയത്ത് നമുക്ക് ITC കിട്ടും. ദെർഫോർ സെക്ഷൻ നമ്പർ 16 to 21 ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഓക്കെ, 21 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ദെൻ 21 ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് രജിസ്ട്രേഷൻ. സോ റിലേറ്റിംഗ് ടു രജിസ്ട്രേഷൻ സെക്ഷൻ നമ്പർ 22 to 30. ഓക്കെ, സോ ഇത്തരം മാറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ലോജിക്കലി പഠിക്കാവുന്നതേ ഉള്ളൂ. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാം, നിമോണിക്സ് കാർ ലിസ്റ്റ് പഠിക്കാം. സോ കാർ ലിസ്റ്റ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ C മീൻസ് ക്ലാസിഫിക്കേഷൻ. C മീൻസ് ക്ലാസിഫിക്കേഷൻ. A മീൻസ് ഓക്കെ, A നമുക്ക് എന്ത് കൊടുക്കാം, A നമുക്ക് ആദ്യം എളുപ്പത്തിൽ കൊടുക്കാം അല്ലേ. A മീൻസ് അപ്ലിക്കബിലിറ്റി ഓഫ് എ നോട്ടിഫിക്കേഷൻ. R means registration. Okay, L means liability of tax liability. Okay, then I means input tax credit. Okay, S means supply. Okay, T means time of supply and value supply. ഓക്കെ, അപ്പം നിമോണിക്സ് ഓർമ്മ ഉണ്ടല്ലോ. കാർ ലിസ്റ്റ് എന്നുള്ള നിമോണിക്സ് പഠിക്കുകയാണെങ്കിൽ സെൻ വാട്ട് ആർ ദ മാറ്റേഴ്സ് ഇൻ വിച്ച് അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റിനോട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ മാറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ പറ്റും, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും വെച്ചാൽ കാർ ലിസ്റ്റ് നമുക്ക് ചോദിക്കാം. കാർ ലിസ്റ്റിൻ്റെ അകത്ത് തന്നെ ഒരു അതോറിറ്റി ഫോർ അഡ്വാൻസ് റൂളിംഗ് ഉണ്ട്, ദാറ്റ് ഈസ് AR അഡ്വാൻസ് റൂളിംഗ്. ഓക്കെ, സോ കാർ ലിസ്റ്റിൻ്റെ അകത്ത് വരുന്ന 7 പോയിന്റ് നമുക്ക് ചോദിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ, then applicability of a notification, registration, liability to pay tax, ITC, S supply, T time of supply, value supply. ഓക്കെ, ഇത്രയും കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റിയോട് ചോദിക്കാൻ പാടില്ലാത്ത മെയിൻ കാര്യമാണ് പ്ലേസ് ഓഫ് സപ്ലൈ. സോ അത് ഇന്നെലിജിബിൾ ആണ്. ബിക്കോസ് പ്ലേസ് ഓഫ് സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല. ബിക്കോസ് അത് മൾട്ടിപ്പിൾ സ്റ്റേറ്റിനെ എഫക്ട് ചെയ്യുന്നത്. പിന്നെ ലോയിൽ തന്നെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള റിട്ടേൺ, പേയ്മെൻറ്റ് പ്രോസസ്സുകൾ, പെനാൾട്ടി ആൻഡ് അപ്പീൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അഡ്വാൻസ് റൂളിംഗ് ചോദിക്കാനായിട്ട് പാടില്ല. സോ ഓക്കെ, പ്ലേസ് ഓഫ് സപ്ലൈ മൾട്ടിപ്പിൾ സ്റ്റേറ്റ് ആണ്, ബാക്കിയുള്ളതൊക്കെ വെൽ ഡിഫൈൻഡ് ആണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ ആരോടാണ് അപ്ലിക്കേഷൻ വെക്കുക, അതോറിറ്റി ഫോർ അഡ്വാൻസ് റൂളിംഗ് അല്ലേ. അതുപോലെ തന്നെ അപ്പീലേറ്റ് അതോറിറ്റി ഉണ്ട്. സോ ഇത് സ്റ്റേറ്റ് ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റേറ്റ് ലെവൽ യൂണിയൻ ടെറിട്ടറി ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ അതിൻ്റെ ഗവൺമെൻറ് ഷാൾ അപ്പോയിന്റ് ദ ഓഫീസേഴ്സ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ദി GST. മിനിമം അതിൻ്റെ അകത്തുള്ള മെമ്പർമാരെന്ന് പറയുന്നത്. ഓക്കെ, അതൊരു CGST SGST മെമ്പർമാർ അതിൻ്റെ അകത്തുണ്ടായിരിക്കും. ആ മെമ്പർമാർ മിനിമം ഏത് റാങ്കിലുള്ള ഓഫീസർമാരായിരിക്കണം, JC ജോയിൻറ്റ് കമ്മീഷണർ ലെവലിലുള്ള അത്യാവശ്യം സുപ്പീരിയർ ഓഫീസർമാർ ആയിരിക്കണം. ഓക്കെ, അഡ്വാൻസ് റൂളിംഗ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് യൂണിറ്റ് അതിൻ്റെ ഇതിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ദ റൂളിംഗ് ഗവേൺഡ് ബൈ ദ സ്റ്റേറ്റ്. ഓക്കെ, ദെൻ പ്രൊസീജിയർ ഫോർ ഒബ്റ്റെയിനിങ് അഡ്വാൻസ് റൂളിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്ലിക്കൻ്റ് എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം അതോറിറ്റി ഫോർ അഡ്വാൻസ് റൂളിങ്ങിന് ARA-01. ഓക്കെ, സോ ഫോം ഫോർ അപ്ലിക്കേഷൻ വിൽ ബി GST ARA-01.
ദെൻ അത് ഫീസ് ഉണ്ട്, അതിൻ്റെ എത്രയാണ് CGST 5,000, SGST 5,000, ടോട്ടൽ കംസ് ടു 10,000. IGSTയിലാണെങ്കിൽ നമുക്ക് 10,000 ആണ്, CGST SGST 5,000 ഈച്ച്. ഓക്കെ, സോ ഈ ഒരു ഫീസ് കൊടുത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് അപ്ലിക്കേഷൻ വെക്കാൻ ARA 01. അപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേവറബിൾ ആയിട്ട് കിട്ടണമെന്നില്ല, മേ ബി അത് റിജക്ട് ചെയ്യാം, ബിക്കോസ് ഡയറക്റ്റ്ലി റിജക്ട് ചെയ്യാവുന്ന കേസുകളാണ്. ഒന്ന് പ്ലേസ് സപ്ലൈ നമുക്ക് ചോദിക്കാനേ പാടില്ല. ഇനി ഡയറക്റ്റ്ലി റിജക്ട് ചെയ്യാവുന്ന കേസുകളാണ് ഈ ഓൾറെഡി ആ മാറ്റർ എന്താണ് പെൻഡിങ് ആണ് കോടതിയിൽ, അല്ലെങ്കിൽ ആ മാറ്റർ ഓൾറെഡി കോടതി ഡിസൈഡ് ചെയ്തിട്ടുള്ള കേസുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് റിജക്ട് ചെയ്യും. റിജക്ട് ചെയ്താൽ ഫീസൊന്നും റീഫണ്ട് കിട്ടില്ല. സോ അപ്പോൺ റിസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റി എന്തെങ്കിലും ഈ ഒരു അപ്ലിക്കേഷൻ്റെ ഒരു കോപ്പി കൺസേൺഡ് ജുറിസ്ഡിക്ഷണൽ ഓഫീസർ, അതായത് നമ്മൾ അപ്ലിക്കൻ്റ് ആരാണോ അയാളുമായി ബന്ധപ്പെട്ട അപ്ലിക്കൻ്റ് ഏത് സ്ഥലത്താണ് അയാളുടെ ജുറിസ്ഡിക്ഷണൽ ഓഫീസർക്ക് നമ്മൾ എന്തെങ്കിലും കോപ്പി ഫോർവേഡ് ചെയ്യണം. ഇനി ഓർഡർ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, അഡ്മിറ്റ് ചെയ്യാം, അപ്ലിക്കേഷൻ എന്ത് ചെയ്യാം, അഡ്മിറ്റ് ചെയ്യാം, കേസ് കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്ത് വിത്തിൻ 90 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യണം, റൂളിംഗ് പ്രൊനൗൺസ് ചെയ്യണം. അത് നമ്മൾ റൂളിംഗ് നമ്മൾ കൊടുക്കണം. സോ മേ എക്സാമിൻ ദ അപ്ലിക്കേഷൻ അലോങ് വിത്ത് റെക്കോർഡ്സ്. ഓക്കെ, റെക്കോർഡ്സ് മറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യും, വെരിഫൈ ചെയ്തിട്ട് ദെയറാഫ്റ്റർ എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ ഒരു ഓർഡർ പാസ്സാക്കും, അഡ്മിറ്റിംഗ് അല്ലെങ്കിൽ റിജക്റ്റിംഗ്. ഓക്കെ, സോ സിമിലർ സബ്ജക്ട് മാറ്റർ പെൻഡിങ്ങോ ഡിസൈഡോ ആണെങ്കിൽ, സോ ഈ അപ്ലിക്കേഷൻ എന്ത് ചെയ്യാൻ പാടില്ല, അഡ്മിറ്റ് ചെയ്യാൻ പാടില്ല ഇഫ് ദ ക്വസ്റ്റ്യൻ റൈസർ ഓൾറെഡി എന്താണ് പെൻഡിങ് ആണ്, അല്ലെങ്കിൽ ഓൾറെഡി ഡിസൈഡഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യരുത്, ആ ഒരു റൂളിംഗ് വാലിഡ് അല്ല, അല്ലെങ്കിൽ ആ ഒരു അപ്ലിക്കേഷൻ വാലിഡ് അല്ല, അത് റിജക്ട് ചെയ്യും. ഓക്കെ, ദെൻ സ്പീക്കിംഗ് ഓർഡർ ഇൻ കേസ് ഓഫ് റിജക്ഷൻ ഇഫ് ദ അപ്ലിക്കൻ്റ് ഈസ് റിജക്റ്റഡ്, ദറ്റ് ഈസ് ആ ഒരു അപ്ലിക്കേഷൻ നമ്മൾ റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു റിജക്റ്റഡ് എന്നുള്ളതല്ല, സ്പീക്കിംഗ് ഓർഡർ മീൻസ് വിത്ത് ഗീവിംഗ് ദ റീസൺസ്. ഓക്കെ, സോ വെറുതെ ജസ്റ്റ് റിജക്ട് ചെയ്തെന്നല്ല, പ്രോപ്പർ റീസൺസോട് കൂടിയിട്ട് എന്തുകൊണ്ട് റിജക്ട് ചെയ്തെന്നുള്ളതിൻ്റെ ആ ഒരു ജസ്റ്റിഫിക്കേഷനോട് കൂടിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ആ ഒരു ഓർഡർ, റിജക്ഷൻ ഓർഡർ കൊടുക്കാനായിട്ട്. മാത്രമല്ല റിജക്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എന്ത് ചെയ്യണം, ഒരു ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിന് അല്ലെങ്കിൽ അപ്ലിക്കൻറ്റിന് അല്ലെങ്കിൽ അപ്ലിക്കൻറ്റിൻ്റെ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം, ഇൻക്ലൂഡിങ് ജുറിസ്ഡിക്ഷണൽ ഓഫീസർക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസേൺഡ് ഓഫീസറുണ്ട്, ജുറിസ്ഡിക്ഷണൽ ഓഫീസർക്കും അതുപോലെ തന്നെ അപ്ലിക്കൻറ്റിനൊക്കെ നമ്മൾ ഓൾവേസ് എന്ത് കൊടുത്തിരിക്കണം, ഈ ഒരു അഡ്വാൻസ് റൂളിംഗ് റിജക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ് കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി നോർമലി അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വിത്ത് അപ്ലിക്കേഷൻ ഈസ് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ റൂളിംഗ് ഷുഡ് ബി പ്രൊനൗൺസ്ഡ് വിത്തിൻ 90 ഡേയ്സ് ഓഫ് ദി റിസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരാണെങ്കിൽ അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റിയുടെ ഇതിൽ നമ്മളെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സെൻട്രൽ മെമ്പേഴ്സൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അവർ തമ്മിൽ ഓൾവേസ് നല്ല ഒരേ അഭിപ്രായം ആവണമെന്നില്ല. ഓക്കെ, സോ ചിലപ്പോൾ ഓപ്പോസിറ്റ് അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, മനുഷ്യരാണ്. ഓക്കെ, സോ ഒരാളുടെ ഇൻ്റർപ്രിട്ടേഷൻ പോലെ ആവണമെന്നില്ല മറ്റാളുടെ ഇൻ്റർപ്രിട്ടേഷൻ. സോ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരികയാണെങ്കിൽ നമ്മൾ കേസ് എവിടെയൊക്കെ റെഫർ ചെയ്യണം, അപ്പീലിയേറ്റ് അതോറിറ്റി ഫോർ അഡ്വാൻസ് റൂളിംഗ്, അത് AAR. ഓക്കെ, ആദ്യത്തെ അതോറിറ്റി AAR ആണ്, അതോറിറ്റി ഫോർ അഡ്വാൻസ് റൂളിംഗ് ആണ്. അടുത്തത് അപ്പീലിയേറ്റ് അതോറിറ്റി ഫോർ അഡ്വാൻസ് റൂളിംഗ് എന്ന് പറയുന്ന AARലോട്ട് നമ്മൾ എന്തിനും കേസ് റെഫർ ചെയ്തിരിക്കണം. പിന്നീട് അവിടെയാണ് അതിൻ്റെ ഡിസിഷൻ എടുക്കുക. ഇനി അവിടെയും ഇടി വന്നാലോ, അതായത് അപ്പീലിയേറ്റ് അതോറിറ്റി ഫോർ അഡ്വാൻസ് റൂളിംഗിലും എന്ത് വരികയാണെങ്കിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരികയാണെങ്കിൽ പിന്നെ ആ ഒരു മാറ്ററിനെ അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റിന് അഡ്വാൻസ് റൂളിംഗ് എന്തല്ല പോസിബിൾ അല്ല എന്നുള്ളതാണ്. ഓക്കെ, സോ പിന്നെ അവിടെ നിന്ന് ഫർദർ അപ്പീൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാനായിട്ട് പറ്റില്ല. പിന്നെ റിട്ട് പെറ്റീഷനൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ. ഓക്കെ, അവരുടെ കൺക്ലൂഷൻ, അവരുടെ ഓർഡറിനെതിരെ, അതായത് അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റിയിലും അപ്പീലേറ്റ് അതോറിറ്റിയിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പീലൊന്നും പോസിബിൾ അല്ല. ഇനി നമ്മൾക്ക് അപ്പീലേറ്റ് അതോറിറ്റി ഫോർ അഡ്വാൻസ് റൂളിങ്ങിൻ്റെ ഡിസിഷൻ, ഓക്കെ, വൺസ് ഇവിടെ നിന്ന് നമുക്ക് അപ്പീൽ പോയിട്ട് അവിടുത്തെ ഒരു ഡിസിഷനിൽ നമുക്ക് അല്ലെങ്കിൽ അവരുടെ റൂളിങ്ങിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ഹൈക്കോടതി സുപ്രീം കോടതിയിലോട്ടൊക്കെ എന്ത് ചെയ്യാം, റിട്ട് പെറ്റീഷനൊക്കെ ആയിട്ട് പോവാം. ഡയറക്റ്റ് അപ്പീലൊന്നും പോസിബിൾ അല്ല. ഓക്കെ, യെസ്. അപ്പോൾ ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജിലൊക്കെ ഏതിലോട്ട് റെഫർ ചെയ്യും, അപ്പീലേറ്റ് അതോറിറ്റി ഫോർ അഡ്വാൻസ് റൂളിംഗ്. ദെൻ അവിടെ നിന്ന് വീണ്ടും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നു കഴിഞ്ഞാൽ ദെൻ റൂളിംഗ് കനോട്ട് ബി ഗിവൻ. ഓക്കെ, സോ കോപ്പി ഓഫ് അഡ്വാൻസ് റൂളിംഗ് വൺസ് 90 ഡേയ്സിനുള്ളിൽ അഡ്വാൻസ് റൂളിംഗ് നമ്മൾ അനൗൺസ് ചെയ്യുകയാണെങ്കിൽ പ്രൊനൗൺസ് ചെയ്യുന്ന കോപ്പി ഓഫ് അഡ്വാൻസ് റൂളിംഗ് സൈൻഡ് ബൈ ദ മെമ്പേഴ്സ് ആൻഡ് സർട്ടിഫൈഡ് ഇൻ ദ പ്രിസ്ക്രൈബ് മാനർ ഷാൾ ബി സെൻഡ് ടു ദ അപ്ലിക്കൻറ്റും. ദെൻ അപ്ലിക്കൻ്റെ കൺസേൺഡ് ഓഫീസർ, ജുറിസ്ഡിക്ഷണൽ ഓഫീസർക്കൊക്കെ നമ്മൾ ഇത് അയച്ചു കൊടുക്കും. ഓക്കെ,
അഡ്വാൻസ് റൂളിങ്ങിൻ്റെ റൂളിംഗ് എന്തെയും അയച്ചു കൊടുക്കും. ഇനി വൺസ് ഈ അഡ്വാൻസ് റൂളിംഗ് ആർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അപ്ലിക്കൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അഡ്വാൻസ് റൂളിംഗ് ആരുടെ അടുത്ത് മാത്രമേ അപ്ലിക്കബിൾ ആ പർട്ടിക്കുലർ അപ്ലിക്കൻറ്റ് മാത്രമേ ഇതുള്ളൂ. അവൻ്റെ ഫ്രണ്ടിനോ മറ്റ് വേറെ അതേപോലത്തെ ബിസിനസ് ചെയ്യുന്ന വേറെ ആൾക്കാർക്ക് കൂട്ടുകാരൻ അവർക്കൊന്നും ഈ റൂളിംഗ് അപ്ലിക്കബിൾ അല്ല. ആരാണോ ഈ റൂളിങ്ങിന് അപ്ലിക്കേഷൻ വെച്ച് ഈ റൂളിംഗ് എടുത്ത് അയാൾക്ക് മാത്രമേ ഇത് അപ്ലിക്കബിൾ ഉള്ളൂ. അയാളുമായി ബന്ധപ്പെട്ട ജുറിസ്ഡിക്ഷണൽ ഓഫീസർ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം. ഓക്കെ, ഇൻ റിലേഷൻ ടു ആ പർട്ടിക്കുലർ പേഴ്സൻ്റെ ട്രാൻസാക്ഷൻസിനാണ് ഈ റൂളിംഗ് കൊടുത്തിട്ടുള്ളത്. ദെൻ വേറെ ട്രാൻസാക്ഷൻ ആ ഒരു ചോദ്യം ചോദിച്ച കാര്യങ്ങൾക്കാണ് റൂളിംഗ് കൊടുത്തിട്ടുള്ളത്. അയാളുമായി ബന്ധപ്പെട്ട അത്തരം ട്രാൻസാക്ഷൻസിന് വിത്ത് അദ്ദേഹത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസർമാർക്കും ജുറിസ്ഡിക്ഷണൽ ഓഫീസർമാർക്കുമാണ് ഈ റൂളിംഗ് അപ്ലിക്കബിൾ ആവുക. അല്ലാണ്ട് മുമ്പ് ഇതേപോലെ ഒരാൾ റൂളിംഗ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഇത് പോസിബിൾ അല്ല. ഓക്കെ, മാത്രമല്ല വൺസ് ഈ ഒരു റൂളിംഗ് നിലനിൽക്കുന്നത് അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, പ്രൊവൈഡഡ് അവിടെ ചേഞ്ച് ഇൻ ലോ കാര്യങ്ങൾ. ഇപ്പോൾ ഈ റൂളിംഗ് കൊടുക്കുന്ന സമയത്തുള്ള സർക്കംസ്റ്റാൻസ് ഒക്കെ നോക്കിയിട്ട് അതിലെന്തെങ്കിലും ചേഞ്ചസ് വരികയാണ് അല്ലെങ്കിൽ ആക്ടിൻ്റെ അകത്ത് ലോയുടെ അകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരികയാണെങ്കിൽ ദെൻ അതിനനുസരിച്ച് റൂളിംഗ് മാറും. അതർവൈസ് റൂളിംഗ് എന്താണ് വാലിഡ് ആണ്. ഓക്കെ, നോക്കാം അപ്പീൽ അഗെയിൻസ്റ്റ് ഓർഡേഴ്സ് ഓഫ് അപ്പീലേറ്റ് അതോറിറ്റി ടു ദ അപ്പീലേറ്റ് അതോറിറ്റി. അപ്പോൾ അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റിയുടെ ഓർഡറിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് അഡ്വാൻസ് റൂളിംഗിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അപ്പീൽ പോകാൻ പറ്റും. അപ്പീലേറ്റ് അതോറിറ്റി ഫോർ അഡ്വാൻസ് റൂളിങ്ങിലോട്ട് പോകാൻ പറ്റും. നോർമലി അത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ എന്ത് വെക്കണം, അപ്ലിക്കേഷൻ വെക്കണം. ഫർദർ എക്സ്റ്റെൻഡ് by 30 days if there is a sufficient cause. Okay, so sufficient cause ഉണ്ടെങ്കിൽ 30 + 30. ഇനി ഇതിന് ഫീസ് ഉണ്ട്. CGST 10,000, SGST 10,000. സോ ടോട്ടൽ 20,000 രൂപ ഫീസ് വേണ്ടി വരും അങ്ങോട്ട് അപ്പീൽ പോകാനായിട്ട്. ഹവർ ഡിപ്പാർട്ട്മെൻ്റ് ആണ് പോകുന്നതെങ്കിൽ, അതായത് റൂളിംഗ് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, കൺസേൺഡ് ഓഫീസറിനോ ഡിപ്പാർട്ട്മെൻറ്റിനോ എന്തില്ല ജുറിസ്ഡിക്ഷണൽ ഓഫീസർക്കോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പീൽ പോകുമ്പോൾ എന്തിൻ്റെ ആവശ്യമില്ല, ഫീസിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഗവൺമെൻറ് ടു ഗവൺമെൻറ് അതോറിറ്റി അല്ലേ. ദെൻ അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റി മേ പാസ് ഓർഡർ കൺഫേമിങ്. ഇനി അപ്പീലേറ്റ് അതോറിറ്റി തന്നെ എന്താ ഓർഡർ പാസ് ചെയ്യുന്നത് എങ്ങനെ, ഒന്നില്ലെങ്കിൽ അതോറിറ്റി ഫോർ അഡ്വാൻസ് റൂളിംഗ് പാസ് ചെയ്ത ഓർഡർ ചിലപ്പോൾ കൺഫേം ചെയ്യും, അല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്യും, അല്ലെങ്കിൽ അത് മൊത്തത്തിൽ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. ഓക്കെ, റൂളിംഗ് അപ്പീൽഡ് അഗെയിൻസ്റ്റ് ആൻഡ് ആഫ്റ്റർ ഗിവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സോ അതിൻ്റെ അപ്പീലുള്ള പാർട്ടീസിന് എന്ത് കൊടുക്കണം, ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് കൊടുത്തിരിക്കണം. നോർമലി അഡ്വാൻസ് റൂളിംഗ് അതോറിറ്റിക്ക് 90 ഡേയ്സ് ഉള്ള പോലെ തന്നെ അപ്പീലേറ്റ് അതോറിറ്റി ഫോർ അഡ്വാൻസ് റൂളിങ്ങിന് വൺസ് അപ്പീലിന് ശേഷം ഡിസിഷൻ പറയാനുള്ള ടൈം ലിമിറ്റ് എത്രയാണ്, 90 ഡേയ്സിനുള്ളിൽ റൂളിംഗ് അല്ലെങ്കിൽ ഓർഡർ എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്തിരിക്കണം. ഓക്കെ, എ കോപ്പി ഓഫ് ദാറ്റ് പ്രൊനൗൺസ്ഡ് അഡ്വാൻസ് റൂളിംഗ് എന്ത് ചെയ്യണം, സൈൻഡ് ബൈ മെമ്പേഴ്സ് എന്ത് ചെയ്യണം, അപ്ലിക്കൻറ്റിനാണെങ്കിലും അപ്ലിക്കൻറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺഡ് ഓഫീസറും ജുറിസ്ഡിക്ഷണൽ ഓഫീസർക്ക് നമ്മൾ അയച്ചു കൊടുത്തിരിക്കണം. ഇനി റെക്ടിഫിക്കേഷൻ ഓഫ് മിസ്റ്റേക്കിൽ പറയുന്നത്, സോ ഈവൻ അപ്പീലേറ്റ് അതോറിറ്റി ഫോർ അഡ്വാൻസ് റൂളിങ്ങിന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരികയാണെങ്കിൽ, ഓക്കെ, സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഓർഡർ എന്ത് ചെയ്യാൻ പറ്റും, റെക്ടിഫൈ ചെയ്യാൻ പറ്റും. എനി മിസ്റ്റേക്ക് വിച്ച് ആർ അപ്പാരൻറ്റ് ഫ്രം ദ റെക്കോർഡ് ദെൻ വിത്തിൻ എ പീരിയഡ് ഓഫ് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ. സോ ഓർഡർ ഇഷ്യൂ ചെയ്ത് വിത്തിൻ 6 മാസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ റൂളിംഗ് വേണമെങ്കിൽ റെക്ടിഫൈ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഓക്കെ, റെക്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് അപ്ലിക്കൻറ്റിന് മറ്റ് കൺസേൺഡ് ഓഫീസർ ആർക്കൊക്കെയാണ് നമ്മൾ സാധാരണ അയച്ചു കൊടുക്കുന്ന, അപ്ലിക്കൻ്റ്, കൺസേൺഡ് ഓഫീസർ, ജുറിസ്ഡിക്ഷണൽ ഓഫീസർ അല്ലേ, അവർക്ക് എന്ത് ചെയ്യുക, അഗെയിൻ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്ത മിസ്റ്റേക്ക് തിരുത്തിയിട്ടുള്ള ഓർഡർ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. ഇഫ് എ റെക്ടിഫിക്കേഷൻ ഈസ് എ ഗിവൻ എൻഹാൻസിങ് ദ ടാക്സ് ലൈബിലിറ്റി. അപ്പോൾ നമ്മൾ ചെയ്ത റെക്ടിഫിക്കേഷൻ ടാക്സ് ലൈബിലിറ്റിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആർക്കൊരു അവസരം കൊടുക്കണം, നമ്മളുടെ ടാക്സ് പെയർക്ക്. അതായത് നമ്മൾ അപ്ലിക്കൻറ്റ് മസ്റ്റ് ബി ഹിയർഡ് ബിഫോർ ദ ഓർഡർ ഈസ് പാസ്ഡ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടാക്സ് ITC ഇതിലൊക്കെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാണെന്ന് വിചാരിക്കുക. ഒരു ത്രൂ ദിസ് അമെൻമെൻറ്റ് അല്ലെങ്കിൽ റെക്ടിഫിക്കേഷനിലൂടെ എന്ത് ചെയ്യാണ്, ചേഞ്ചസിലൂടെ നമുക്ക് ടാക്സ് ലൈബിലിറ്റി ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള അപ്ലിക്കൻ്റ് അല്ലെങ്കിൽ ഓഫീസർമാർക്കോ ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് നേരം കൊടുത്തിരിക്കണം. ഓക്കെ, സോ അവർക്കൊരു അവസരം കൊടുക്കണം അവരുടെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അഡ്വാൻസ് റൂളിംഗ് ടു ബി വോയിഡ് ഇൻ സർട്ടൈൻ സർക്കംസ്റ്റാൻസസ്. ഒന്ന്, സച്ച് റൂളിംഗ് വിൽ ബി വോയിഡ് അബ് ഇനീഷ്യോ. എങ്ങനെയാണെങ്കിൽ കോൺസിക്വൻ്റ്ലി നമ്മൾ തെളിയിക്കുകയാണ് നമ്മൾ ഈ ഒരു അഡ്വാൻസ് റൂളിംഗ് എടുത്തത്. ഓക്കെ, അഡ്വാൻസ് റൂളിംഗ് എങ്ങനെ എടുത്തത്, ഡ്യൂ ടു advance ruling obtained by applicant was a fraud, suppression of fact, okay, suppression of material fact, willful misstatement ഒക്കെ വഴിയാണ് എന്ത് ചെയ്യുന്നുള്ള അഡ്വാൻസ് റൂളിംഗ് എടുത്തതെങ്കിൽ, അതായത് ഉടായി ഫ്രോഡ് കാണിച്ചിട്ടാണെങ്കിൽ ദെൻ ആ അഡ്വാൻസ് റൂളിംഗ് വിൽ ബി വോയിഡ് അബ് ഇനീഷ്യോ. അങ്ങനെ ഒരു അഡ്വാൻസ് റൂളിംഗ് ഇല്ലാത്ത പോലെ നമ്മൾ എന്ത് ചെയ്യും, കരുതും. ഓക്കെ, ദെൻ ഓർഡർ ഡിക്ലെയറിംഗ് ദ അഡ്വാൻസ് റൂളിംഗ് ടു ബി വോയിഡ് ക്യാൻ ബി പാസ്ഡ് ഓൺലി ആഫ്റ്റർ ഹിയറിംഗ് ദ അപ്ലിക്കൻറ്റ്. അവിടെയാണ് നമുക്ക് അപ്ലിക്കൻ്റ് ഒരു ഹിയറിംഗ് ഓപ്പർച്യൂണിറ്റി എന്ത് നമുക്ക് കൊടുത്തിരിക്കണം. ദെൻ വൺസ് ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വോയിഡ് ആയി കഴിഞ്ഞാൽ ദെൻ ദ കോപ്പി ഓഫ് ദ ഓർഡർ എന്ത് ചെയ്യും, സാധാരണ അയക്കുന്ന പോലെ തന്നെ അപ്ലിക്കൻ്റ്, കൺസേൺഡ് ഓഫീസർ ആൻഡ് ജുറിസ്ഡിക്ഷണൽ ഓഫീസർക്ക് നമ്മൾ അയച്ചു കൊടുക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻസ് റൂളിങ്ങിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു വട്ടം റൂളിംഗ് എടുത്താൽ ആ റൂളിംഗ് ആർക്ക് മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ, ആ ഒരു കൺസേൺഡ് അപ്ലിക്കൻ്റ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോ മറ്റ് ഫാമിലിക്കോ ഒന്നും ഇത് അപ്ലിക്കബിൾ അല്ല. മാത്രമല്ല, ഓക്കെ, സോ വൺസ് ഇതിൻ്റെ
ലോയിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസിലൊക്കെ ചേഞ്ചസ് വരികയാണെങ്കിൽ അതിനനുസരിച്ച് റൂളിങ് മാറും. അതർവൈസ് റൂളിങ് എന്താണ്, വാലിഡ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻസ് റൂളിങ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ.